ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് സർവീസസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ ആദ്യ ചാപ്റ്ററാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഓവർവ്യൂ ആണ് ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് നിങ്ങൾ എഴുതി വെക്കുക. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ സിസ്റ്റം? വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. എന്താണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശ്രദ്ധിക്കുക. എ ഫിനാൻഷ്യൽ സിസ്റ്റം വിത്തിൻ ദ സ്കോപ്പ് ഓഫ് ഫിനാൻസ് ഈസ് എ സിസ്റ്റം that allows the exchange of funds between lenders, investors and borrowers. Financial systems operate at national, global and firm specific levels. They consist of complex, closely related services, markets and institutions intended to provide an efficient and regular linkage between investors and depositors. Money, credit and finance are used as media of exchange in financial system. അപ്പോൾ എന്താണ് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം? അതായത് ഫണ്ട് അല്ലേ, ഈ ഫണ്ട് എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ അടുത്ത് അമിതമായിട്ടുണ്ടാവും, ചില ആൾക്കാരുടെ അടുത്ത് കുറവായിട്ടുണ്ടാവും. ഈ കുറവായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ആവശ്യം വരുമ്പോൾ അമിതമായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇത് വേണം അല്ലേ. അല്ലെങ്കിൽ എന്താണ്, ഇതിനൊരു കണക്കുണ്ട്, പൈസക്കൊരു കണക്കുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്, സാമ്പത്തികമായിട്ടുള്ളൊരു അസമത്വം വരുന്നത് അല്ലേ. കാര്യം കുറച്ച് പേര് വളരെ വലിയ കോടീശ്വരന്മാരാവാൻ കാര്യം എന്താണ്, ഉള്ള പൈസയൊക്കെ കുറച്ച് പേര് ആയ സമയത്ത് അവർ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട് സമ്പാദിച്ചു വെക്കുന്നത് കൊണ്ടാണ് സാമ്പത്തികമായ അന്തരം വരുന്നത്. അപ്പോൾ അത് ഒരു റിയാലിറ്റീൻ്റെ കാര്യം പറയുകയാണ്, ഒരു അവസ്ഥ, ഒരു എക്കണോമിക് സിറ്റുവേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഫിനാൻസിൽ നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമുക്കിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണം, ഒരു ഫണ്ടും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം, ഫിനാൻസ് എടുക്കണം. ഫിനാൻസ് എടുക്കുക വെച്ചാൽ മറ്റൊരാളുടെ കയ്യിൽ നിന്നുള്ള പൈസ നമ്മുടെ കയ്യിലേക്ക് എടുക്കണം. അപ്പോൾ ആ ഫിനാൻസിൻ്റെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്, അത് നമ്മൾ ഇൻട്രസ്റ്റ് ആയി കൊടുക്കുന്നതായിരിക്കാം, അയാൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഈ ഫണ്ട് ഇത് ഒരു ആവശ്യക്കാരെ വരും, അയാളുടെ പേരാണെന്ത്, ബോറോവർ അല്ലേ, ഇയാൾക്കിത് വേണം. അപ്പോൾ ഈ ബോറോവർക്ക് ആരാത് കൊടുക്കുക, ഒരു ലെൻഡറാണ് കൊടുക്കുക അല്ലേ. അപ്പോൾ ലെൻഡർ അധികം എന്തായിരിക്കും വരിക, ബാങ്കുകളായിരിക്കും വരിക അല്ലേ. ബാങ്കുകളാണ് ലെൻഡേഴ്സായിട്ട് വരിക. ഈ ബാങ്കിലേക്ക് ആരാണ് ഈ ഫണ്ട് നിക്ഷേപിക്കുന്നത്, അത് ഇൻവെസ്റ്ററാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ ബാങ്കിന് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും, ഇൻവെസ്റ്റർക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ഇയാൾക്ക് എന്ത് കിട്ടും, ഫണ്ട് കിട്ടും. അപ്പോൾ ഇയാൾ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് നടത്തിയിട്ട് ഇയാൾക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അതാണ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു കോംപ്ലക്സ് സിസ്റ്റമാണ്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്കൊന്ന് എഴുതി വെക്കുക. ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം? ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഓരോ പോയിൻറ്റ്സ് വെച്ച് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്താ പറയുന്നത്, ടു അറ്റൈൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ സിസ്റ്റംസ് ആർ ഇമ്പോർട്ടൻറ്റ് സിൻസ് they induce people to save by offering attractive interest rate. അപ്പോൾ നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കുകളിൽ പോയിട്ട് നമ്മുടെ കയ്യിലുള്ള തുക നിക്ഷേപിക്കാനായിട്ട് നമ്മൾ താല്പര്യപ്പെടും. കാരണം നമ്മൾ ആ നിക്ഷേപിക്കുന്ന തുക ഇപ്പോൾ ഗവൺമെൻറ് തലത്തിലോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുകാരോ ഒക്കെ അവിടെ നിന്ന് വായ്പ എടുത്തുകൊണ്ട് അവർ മറ്റ് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. അപ്പോൾ അത് എന്താണ്, ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്, ഒരു സിഗ്നിഫിക്കൻസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ഇറ്റ് ഹെൽപ്സ് ടു മോണിറ്റർ കോർപ്പറേറ്റ് പെർഫോമൻസ്. ഫിനാൻഷ്യൽ സിസ്റ്റം നോക്കിക്കൊണ്ട് നമുക്ക് കോർപ്പറേറ്റ് പെർഫോമൻസ്, കോർപ്പറേറ്റ് എന്താണ്, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കമ്പനികളുടെ നിലവിലുള്ള ഒരു എക്കണോമിയിലെ കമ്പനികളുടെ പെർഫോമൻസ് മനസ്സിലാക്കാനായിട്ട് എന്താണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കൊണ്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ലിങ്ക്സ് സേവേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലേ. ഇൻവെസ്റ്റേഴ്സിന്, ബിസിനസ്സുകാർക്ക് എന്ത് വേണം, ക്യാപിറ്റൽ വേണം. ബിസിനസ് ചെയ്യാനുള്ള തുകയുടെ പേരാണ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. അപ്പോൾ അത് എപ്പോഴും ഇവരുടെ കയ്യിൽ ആവശ്യത്തിന് ഉണ്ടായിക്കോളുന്നില്ല അല്ലേ. അതായത് ഇപ്പോൾ ഒരു 10 പേര്, ഒരു 10 ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലുള്ള തുകകളൊക്കെ അവർ കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു തുകയാണ്.
10 ഞാൻ ചെറിയൊരു സംഖ്യ പറഞ്ഞാണ്, ചിലപ്പോൾ 100 1000 പേര് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ വലിയൊരു സംഖ്യയായത് അല്ല. ഓരോരുത്തർ 1,00,000 രൂപ എങ്ങനെ നിക്ഷേപിച്ചാൽ മതി. ഒരു 100 പേരങ്ങനെ ലക്ഷം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപയായി. ഈ 1 കോടി രൂപ ഈ ബാങ്കിന് വേണമെങ്കിൽ ഒരു ബിസിനസ്സുകാരന് വായ്പയായിട്ട് കൊടുത്തിട്ട് ആ ബിസിനസ്സുകാരന് സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ് നടത്താൻ സാധിക്കും. പക്ഷേ ഈ 1 കോടി രൂപ ഈ 100 പേരെടുത്ത് ചെതറി കിടക്കണ നേരത്ത്, 1 ലക്ഷമായിട്ട് ചെതറി കിടക്കണ നേരത്ത് ഇവർക്ക് ഇത് കാര്യമായിട്ട് വിനിയോഗിക്കാനും പറ്റില്ല. ഓക്കെ, നമുക്ക് ക്യാപിറ്റൽ എപ്പോഴും ബൾജായിട്ട് നമ്മളൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഡെവലപ്മെൻറ്റ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇവിടെ സഹായിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലിങ്ക് ബിറ്റ്വീൻ സേവേഴ്സ് മീൻസ് നിക്ഷേപിക്കുന്ന ആൾക്കാർ, പിന്നെ എന്താണ് ഇൻവെസ്റ്റേഴ്സ്, എന്താണ് ഈ തുക ഒരു ബിസിനസ്സിലേക്ക് നിക്ഷേപിക്കുന്ന ആൾക്കാരുടെ പേരാണെന്ത്? ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ. 4ാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ലോവറിങ് ദ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ഇൻക്രീസ് റിട്ടേൺസ് വിച്ച് വിൽ മോട്ടിവേറ്റ് പീപ്പിൾ ടു സേവ് മോർ. അതായത് ഇതിൻ്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയാണ്. അല്ലെങ്കിൽ നമ്മൾ കാശ് എടുത്തൊരു ബാങ്ക് ലോക്കറിൽ കൊണ്ടുവച്ചാൽ എന്താണ്, അതിനെ കൊണ്ട് കാര്യമില്ല. നമുക്ക് ലോക്കറിൻ്റെ ഫീസും കൊടുക്കണം, ബാങ്ക് പൈസയുടെ മൂല്യം വർഷാവർഷം കുറഞ്ഞു വരികയും ചെയ്യണം. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയും ചെയ്യാണ്, നമുക്കൊരു റിട്ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകും. ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ഇറ്റ് ഹെൽപ്സ് ഗവൺമെൻറ് ഇൻ ഡിസൈഡിങ് മോണിറ്ററി പോളിസി. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം നോക്കിക്കൊണ്ട് ഗവൺമെൻറ്റിന് മോണിറ്ററി പോളിസി, അതായത് RBI ആണ് മോണിറ്ററി പോളിസി തയ്യാറാക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ഉണ്ടാവും അതിൽ. അപ്പോൾ എത്ര വേണം ഇൻട്രസ്റ്റ് റേറ്റ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് മോണിറ്ററി പോളിസിയിൽ RBI പറയാം. അപ്പോൾ ഇത് മോണിറ്ററി പോളിസി കൃത്യമായിട്ട് ഒന്ന് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ സിസ്റ്റം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം? ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഫങ്ഷൻസിൽ ഇവിടെ പറയുന്നത്, ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ദ സേവിങ് ഫങ്ഷൻ. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലൂടെ ജനങ്ങൾക്ക് സേവിങ്സ് നടത്താനായിട്ട്, സമ്പാദിക്കാൻ, അല്ലെങ്കിൽ അത്യാവശ്യം വരുമ്പോൾ നമുക്കൊരു പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫങ്ഷൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ആസ് ഓൾറെഡി സ്റ്റേറ്റഡ്, പബ്ലിക് സേവിങ്സ് ഫൈൻഡ് ദെയർ വേ ഇൻ ടു ഹാൻഡ്സ് ഓഫ് ദോസ് ഇൻ പ്രൊഡക്ഷൻ. സേവിങ്സ് അല്ലേ, പബ്ലിക് സേവിങ്സ് ആണ്. പിന്നെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള, അതായത് വ്യവസായികൾക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് ആവശ്യമായ തുകയായിട്ട് അവർ എടുക്കുന്നത് പബ്ലിക് സേവിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ സിസ്റ്റം പബ്ലിക് സേവിങ്സിന് ഉപകാരമാണ്. അതാണ് ഫസ്റ്റ് ഫങ്ഷൻ. 2ാമത്തെ ഫങ്ഷൻ ശ്രദ്ധിക്കുക, ലിക്വിഡിറ്റി ഫങ്ഷൻ. ലിക്വിഡിറ്റി ഫങ്ഷനാണ് 2ാമത്തെ ഫങ്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ബാങ്കിന് എന്താണ് ആവശ്യാനുസരണം ലോണുകൾ കൊടുക്കാൻ സാധിക്കും. അല്ല, ഏറ്റവും വലിയ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്താണ്? ക്യാഷാണ്. അപ്പോൾ ക്യാഷായിട്ട് ആൾക്കാർ സമ്പാദിച്ച തുകകളൊക്കെ ബാങ്ക് കിടക്കുകയാണെങ്കിൽ അത് വളരെ ലിക്വിഡിറ്റി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫങ്ഷനാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ 2 ഫങ്ഷൻസ്. ഇനി വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത ഫങ്ഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഫങ്ഷനാണ്. ഓക്കെ, അപ്പോൾ എന്താ പേയ്മെൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്? ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫേഴ്സ് എ very convenient mode of payment for goods and services. The check system, credit card system, etc. are the easiest methods of payment in the economy. They also drastically reduce the cost of time and transactions. അല്ലേ, ഏറ്റവും നല്ല പേയ്മെൻറ്റ് മോഡ് എന്താണ്? ക്യാഷ് മോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിൽ. പക്ഷേ കാശ് നമുക്കൊരു പരിധിക്ക് അപ്പുറം സൂക്ഷിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ഡീല് നടത്തണം. അപ്പോൾ അത് കാശായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് കരുതി 10 ലക്ഷത്തിൻ്റെ സാധനം വാങ്ങിയിട്ട് ഒരാൾക്ക് കൊടുത്തിട്ട് അത് നിങ്ങൾ വിറ്റിട്ട് 10 ലക്ഷം ഉണ്ടാക്കിക്കോളി എന്ന് പറയാനും പറ്റില്ല, അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ലിക്വിഡ് ഫോം എന്താണ്? ബാങ്ക് കിടക്കുന്ന പൈസയാണ്. അപ്പോൾ ബാങ്കിൽ ഇപ്പോൾ പൈസ കിടന്ന ഇഷ്ടം ഉള്ള രീതിയിൽ നമുക്കത് പേയ്മെൻറ്റ് അതിലൂടെ നടത്താൻ പറ്റും, അല്ലേ. ബാങ്ക് പോയി പൈസ എടുക്കുക കൊടുക്കുക മാത്രമല്ല, മറ്റു പല രീതികളിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? പേയ്മെൻറ്റ് ഫംഗ്ഷൻ നന്നായിട്ട് ഫിനാൻഷ്യൽ സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ നടക്കും, അല്ലേ. നല്ല ATM സർവീസുകൾ, അതേപോലെ ഓൺലൈൻ ബാങ്കിങ് ഒക്കെ കൃത്യമായി നടക്കുന്ന ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ നാട് ആ മേഖലയിലൊക്കെ അത്യാവശ്യം പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ സിസ്റ്റം മറ്റ് വികസിത രാഷ്ട്രങ്ങളൊക്കെ ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഏകദേശം അടുത്ത് തന്നെ വരുന്നുണ്ട്. ഇനി 4ാമത്തെ ഫംഗ്ഷൻ നോക്കുക, റിസ്ക് ഫംഗ്ഷൻ. 4ാമത്തെ ഫംഗ്ഷൻ എന്താ പറയുന്നത്? റിസ്ക് ഫംഗ്ഷനാണ്. അപ്പോൾ റിസ്ക് ഫംഗ്ഷനിൽ എന്താ പറയുന്നത് നോക്കാം. ദി ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലൈഫ്
ഹെൽത്ത് ആൻഡ് ഇൻകം റിസ്ക് അല്ലേ, ഇൻകം നമ്മളെ നഷ്ടപ്പെടുന്നതും അതേപോലെ ലൈഫ് നഷ്ടപ്പെടുമ്പോഴും ഹെൽത്ത് നഷ്ടപ്പെടുമ്പോഴൊക്കെ നമ്മുടെ കയ്യിലൊരു സമ്പാദ്യമുണ്ടെങ്കിൽ, കൃത്യമായൊരു ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ഉപകാരമാണ് അല്ലേ. അപ്പോൾ ആ റിസ്കിനെ മുന്നിൽ കണ്ടുകൊണ്ട്, അപ്പോൾ അതായത് ഒരു ഗൃഹനാഥൻ കുടുംബം നോക്കുന്നു, അയാൾക്ക് കൃത്യമായിട്ട് നല്ലൊരു ഫിനാൻഷ്യൽ സിസ്റ്റം ഉണ്ട്, അയാൾ കൃത്യമായിട്ട് സമ്പാദ്യങ്ങൾ ബാങ്കിലും ഇൻഷുറൻസിലും അതേപോലെ സ്റ്റോക്കിലും ഷെയറിലൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒരു അപകടം അയാളെ ആശ്രയിച്ച് നിൽക്കുന്ന, ചിലപ്പോൾ അയാളുടെ വൈഫാവാം, മക്കളാവാം, അല്ലെങ്കിൽ രക്ഷിതാക്കളാവാം. ഒരു ഏജ് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ നമ്മളെ ആശ്രയിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ആ ഒരു ഫിനാൻഷ്യൽ റിസ്ക് അല്ലെ, ഫിനാൻസ് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രതിസന്ധിയും മറികടക്കാൻ സാധിക്കും. പൈസ ഇല്ലാത്തൊരവസ്ഥയാണ് വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് മറികടക്കാനായിട്ട് സാധിക്കും. റിസ്ക് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പോയിൻ്റ് എന്താ പറയുന്നത്, പോളിസി ഫങ്ഷനാണ്. അവസാന പോയിൻ്റായിട്ട് പറയുന്നത് പോളിസി ഫങ്ഷനാണ്. എന്താ പറയുന്നത്, മോസ്റ്റ് ഗവൺമെൻറ്റ്സ് ഇൻ്റർവീൻ ഇൻ ദി ഫിനാൻഷ്യൽ സിസ്റ്റം ടു ഇൻഫ്ലുവൻസ് മാക്രോ എക്കണോമിക് വേരിയബിൾസ് ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഓർ ഇൻഫ്ലേഷൻ. അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയെയും കൂടി നിശ്ചയിക്കാനായിട്ടൊരു രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് സാധിക്കും. അതാണ് പോളിസി ഫങ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.